എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ലെക്ചർ 6-ൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പൽ ആണ്, അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് തന്നെ പറയും. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ടു ഗെറ്റ് an equation of dynamic equilibrium, add a frictious force equal to the inertial force to the external force acting on the particle and equate the sum to 0. അതായത് ഇവിടെ ഒരു ബോഡി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് എഫ്. എല്ലാ പോയിന്റ് ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് എഫ്. അതിൻ്റെ സെയിം ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും ആക്സിലറേഷൻ ഉണ്ടാകുന്നത്. ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഇനർഷ്യൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയും. സോ അക്കോർഡിംഗ് ടു ഡി-അലംബർട്ട്സ് ഇക്വേഷൻ, അത് നമ്മുടെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സും ഈ ഇനർഷ്യൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷ്യസ് ഫോഴ്സിൻ്റെ സം ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ, ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് എഫ് മൈനസ് എം എ ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷനാണ് ഇക്വേഷൻ ഓഫ് ഡൈനാമിക് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഡി-അലംബർട്ട്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, മോഷൻ ഓഫ് ലിഫ്റ്റ്. ഒരു ലിഫ്റ്റ് അപ്വേർഡ് ഡയറക്ഷനിലും ആക്സിലറേറ്റ് ചെയ്യും, അതേപോലെ തന്നെ ഡൗൺവേർഡ് ഡയറക്ഷനിലും ആക്സിലറേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ലിഫ്റ്റിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് നോർമൽ റിയാക്ഷൻ, ഇപ്പോൾ ലിഫ്റ്റിന് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യും, താഴോട്ട് എം ജി. സോ ഒരു ലിഫ്റ്റ് അപ്വേർഡ് ഡയറക്ഷനാണ് മൂവ് ചെയ്യണമെങ്കിൽ നെറ്റ് ആസ്പിറേഷൻ അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. ഇവിടെ നോർമൽ റിയാക്ഷൻ, നെറ്റ് ആസ്പിറേഷൻ അപ്വേർഡ് ഡയറക്ഷൻ, ഇവിടെ എം ജി. സോ ആ ഒരു കേസിൽ അപ്വേർഡ് ഡയറക്ഷനിൽ ലിഫ്റ്റ് ആക്സിലറേറ്റ് ചെയ്യുന്ന കേസിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആർ ഈക്വൽ ടു എം ഇൻറ്റു ജി പ്ലസ് എ എന്നാണ്. അത് നേരെ മറിച്ച് ഈ ലിഫ്റ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും ആക്സിലറേഷൻ, ഡൗൺവേർഡ് ആണ് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ നെറ്റ് ആക്സിലറേഷൻ താഴോട്ടായിരിക്കും. ആ ഒരു കേസിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ആർ ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് എ. എം എന്ന് വെച്ചാൽ മാസ് ഓഫ് ദി ലിഫ്റ്റ്, ആർ നോർമൽ റിയാക്ഷൻ, ജി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, എ നെറ്റ് ആക്സിലറേഷൻ ആണ്. നെക്സ്റ്റ് വൺ, ഇമ്പൾസ്. Impulse can be defined as a larger force acting on a small amount of time. For example, falling off a body. ഒരു large amount of force ഒരു ചെറിയ സമയത്തിന് വേണ്ടി ആക്ട് ചെയ്യുന്നതാണ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നല്ല ഹൈറ്റിൽ നിന്ന് താഴോട്ടിടുകയാണെങ്കിൽ അപ്പോൾ ഉണ്ടാവുന്നത് ഒരു ഇമ്പൾസ് ആണ്. സോ അത് ഡയറം ചെയ്യുന്ന ഇക്വേഷൻ എഫ് ഈക്വൽ ടു എം എ. ഫോർ ദ ഇമ്പൾസ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എഫ് ഈക്വൽ ടു എം എ. അത് ആക്സിലറേഷൻ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് എഴുതാം, അതുകൊണ്ട് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. അങ്ങനെയാണ് നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടുന്നത്. ഇൻറ്റഗ്രൽ ഓഫ് ടു ടി ടു എഫ് ഇൻറ്റു ഡി ടി ഒരു ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് ഈ ഒരു എക്സ്പ്രഷൻ വരും. ഇൻറ്റഗ്രൽ എഫ് ഇൻറ്റു ഡി ടി ഈക്വൽ ടു എം ഇൻറ്റു വി ടു മൈനസ് വി വൺ. ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റ്. ഒരു ലീനിയർ മൊമെൻറ്റിൻ്റെ ചേഞ്ചിനാണ് ഇമ്പൾസ് എന്ന് മെയിൻലി ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ വി ടു ഇനിഷ്യൽ വെലോസിറ്റി, വി ടു ഫൈനൽ വെലോസിറ്റി, വി വൺ ഇനിഷ്യൽ വെലോസിറ്റി ആണ്. അടുത്ത് പറയാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. Principle of conservation of momentum states that if two bodies collide without external force, their momentum before collision and after collision remains same. ഇപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ഒബ്ജക്റ്റ് എ, ഇത് ഒബ്ജക്റ്റ് ബി, ഒബ്ജക്റ്റ് എ, ഒബ്ജക്റ്റ് ബി. ഇത് ലീനിയർ മോഷനിലാണ് മൂവ് ചെയ്യണം.
ഇത് രണ്ട് ഒബ്ജക്റ്റും കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മൊമെൻറ്റം ബിഫോർ കൊളിഷനും ആഫ്റ്റർ കൊളിഷനും സെയിം ആയിരിക്കും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പറയുന്നത്. ഇതിനകത്ത് ഒബ്ജക്റ്റ് എയുടെ ഇനിഷ്യൽ വെലോസിറ്റി u1 ഫൈനൽ വെലോസിറ്റി v1, അതുപോലെ ഒബ്ജക്റ്റ് ബിയുടെ ഇനിഷ്യൽ വെലോസിറ്റി u2 ഫൈനൽ വെലോസിറ്റി v2 ആണ്. സോ അങ്ങനെ നമുക്ക് ലാസ്റ്റ് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. m1 u1 പ്ലസ് m2 u2 ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2. സോ അങ്ങനെ ആകുമ്പം നമുക്ക് നെറ്റ് റിസൾട്ടൻറ്റ് ഫോഴ്സ് നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം സ്റ്റേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇമ്പാക്റ്റ് ഓഫ് ബോഡീസ്. Impact of bodies. Impact can be defined as a large amount of force or a shock produced by the collision of two bodies for a short interval of time. ഇമ്പാക്റ്റ് രണ്ട് ബോഡിയുടെ തമ്മിലുള്ള കൊളിഷൻ്റെ കേസിൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ആ രണ്ട് ബോഡി ഒരു ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈമിന് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഹൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ഒബ്ജക്റ്റ് എ, ദിസ് വൺ ഒബ്ജക്റ്റ് ബി. ഇതെൻ്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആൻഡ് ദിസ് വൺ എൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ് വെച്ചോ. ഇപ്പോൾ ഇമ്പാക്റ്റ് അപ്ലൈ ചെയ്യുമ്പം ആ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിലാണ് മൂവ് ചെയ്യണമെങ്കിൽ അതിനെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയും. നേരെ മറിച്ച് ഔട്ട് ഓഫ് ലൈൻ ഓഫ് ആക്ഷൻ, എനി വൺ ഔട്ട് ഓഫ് ലൈൻ ഓഫ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ലൈൻ ഓഫ് ആക്ഷനാണ് അതിൻ്റെ മൂവ്മെൻറ്റ്. എന്ന് വെച്ചാൽ ഈ ഒരു ഡയറക്ഷൻ ഇവിടെ ഇമ്പാക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ എന്തെങ്കിലുമാണ് അവർ മൂവ് ചെയ്യണമെങ്കിൽ, അത് ഈ ഒരു ഡയറക്ഷനാണ് മൂവ് ചെയ്യണമെങ്കിൽ, ലൈൻ ഓഫ് ആക്ഷൻ്റെ അല്ലാതെ വേറെ ഏതെങ്കിലും ഡയറക്ഷനാണ് മൂവ് ചെയ്യണമെങ്കിൽ അതിനെ ഒബ്ലിക് ഇമ്പാക്റ്റ് എന്ന് പറയും. അടുത്തത് സെൻട്രൽ ഇമ്പാക്റ്റ്. ഇത് ഒബ്ജക്റ്റ് എ, this one object B. ഇത് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ പാസ് ചെയ്യുന്ന ലൈൻ, ഇത് ലൈൻ ഓഫ് ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ. ഇതിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസ് C1 ഇവിടെ വരും. സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസ് C2 ഇവിടെ വരും. അത് C1ഉം C2 സെൻറ്റർ ഓഫ് മാസ്, രണ്ട് ഒബ്ജക്റ്റ് സെൻറ്റർ ഓഫ് മാസ് അതിൻ്റെ ലൈൻ ഓഫ് ഇമ്പാക്റ്റിലാണ് വരണമെങ്കിൽ അതിനെ സെൻട്രൽ ഇമ്പാക്റ്റ് എന്ന് പറയും. ഇപ്പം നേരെ മറിച്ച് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ലൈൻ ഓഫ് ഇമ്പാക്റ്റിൽ വരാതെ, ഇതാണ് എൻ്റെ ലൈൻ ഓഫ് ഇമ്പാക്റ്റ്, ലൈൻ ഓഫ് ഇമ്പാക്റ്റിൽ വരാതെ സെൻറ്റർ ഓഫ് മാസ് വേറെ ഏതെങ്കിലും പോയിൻ്റാണ്, ഇവിടെയാണ് സെൻറ്റർ ഓഫ് മാസ് C1ൻ്റെ, ഇവിടെയാണ് സെൻറ്റർ ഓഫ് മാസ് C2ൻ്റെ. ആ ഒരു കേസിൽ ഇതിനെ എസെൻട്രിക് ഇമ്പാക്റ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് മാസ് സെൻറ്റർ നോട്ട് ഇൻ ലൈൻ ഓഫ് ഇമ്പാക്റ്റ് ആണ് എസെൻട്രിക് ഇമ്പാക്റ്റ്. സോ നമ്മൾ ടൈപ്പ് ഓഫ് ഇമ്പാക്റ്റ് പഠിച്ചു. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടൈം ഓഫ് ഇമ്പാക്റ്റ്. ഫസ്റ്റ് വൺ, പീരിയഡ് ഓഫ് ഡിഫോർമേഷൻ. It is the time interval between initial point of contact to the maximum deformation. രണ്ട് ബോഡീസ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇനിഷ്യൽ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും മാക്സിമം ഡിഫോർമേഷനും ഇടയിലുള്ള ടൈം ഇൻ്റർവലാണ് പീരിയഡ് ഓഫ് ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. അടുത്തത് പീരിയഡ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. Period of restitution is the time interval between maximum deformation to extent of separation. Maximum deformation, extent of separation ഇടയിലുള്ള ടൈം ഇൻ്റർവലാണ് പീരിയഡ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. It is the ratio of relative velocity, relative final velocity to the relative initial velocity of the contact bodies. രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിലേറ്റീവ് ഇനിഷ്യൽ വെലോസിറ്റി, റിലേറ്റീവ് ഫൈനൽ വെലോസിറ്റി, റിലേറ്റീവ് ഇനിഷ്യൽ വെലോസിറ്റി ഇടയിലുള്ള റേഷ്യോ ആണ് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ഡിനോട്ട് ചെയ്യുന്ന സ്മോൾ ലെറ്റർ ഇ യൂസ് ചെയ്തിട്ടാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ എഴുതാം. E ഈക്വൽ ടു V2 മൈനസ് V1 ബൈ
u2 മൈനസ് u1. v2 v1 ഫൈനൽ വെലോസിറ്റിയും u1 u2 ഇനിഷ്യൽ വെലോസിറ്റിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സെപ്പറേഷൻ ബൈ കോണ്ടാക്ട്. ഫൈനൽ വെലോസിറ്റി വരുന്ന സമയത്ത് ആ ബോഡി സെപ്പറേറ്റ് ആയിട്ട് പോവാണ്. കോണ്ടാക്ട് ടൈമിലാണ് അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി ഇരിക്കുന്നത്. ഈക്വൽ ടു റെസ്റ്റിറ്റ്യൂഷൻ ബൈ ഡിഫോർമേഷൻ ഓർ ഈക്വൽ ടു ആഫ്റ്റർ ഇമ്പാക്ട് ബൈ ബിഫോർ ഇമ്പാക്ട്. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് സൈസ്, മെറ്റീരിയൽ, ഷേപ്പ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യും. ദെൻ ഇ ഈക്വൽ ടു 0 ആണെങ്കിൽ ആ രണ്ട് ബോഡിയും പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് ആയിരിക്കും. അതായത് കൊളിഷന് ശേഷം ആ രണ്ട് ബോഡീസ് തമ്മിൽ, രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ സെപ്പറേറ്റ് ആവില്ല. ആ സെയിം വെലോസിറ്റി തന്നെ മൂവ് ചെയ്യും. ആണ് പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. ദെൻ അഥവാ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ അത് ഇൻഎലാസ്റ്റിക് കൊളിഷൻ ആയിരിക്കും. ആ ഒരു ടൈമിൽ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ നോട്ട് ഈക്വൽ ടു 0 ആയാൽ പോലും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ബട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ചിനെ കാട്ടി ലെസ് ആയിരിക്കും വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ആ ഒരു കേസിൽ. ദെൻ അത് ഇ ഈക്വൽ ടു 1 ആണെങ്കിൽ അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ ആയിരിക്കും. കാരണം ആ ടൈമിൽ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ വിൽ ബി ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് അപ്രോച്ച്. വെലോസിറ്റി ഓഫ് സെപ്പറേഷനും വെലോസിറ്റി ഓഫ് അപ്രോച്ചും ഈക്വൽ ആയിരിക്കും. ആ ഒരു കേസിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ ആയിരിക്കും. ദെൻ എനർജി ലോസ് ഡ്യൂറിങ് കൊളിഷൻ. അതിൻ്റെ ഫോർമുല ഇൻഎലാസ്റ്റിക് കൊളിഷൻ്റെ കേസിൽ ഇ ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ ഫോർമുല ഇ ഈക്വൽ ടു m1 m2 by 2 into m1 plus m2 into u1 minus u2 the whole square. ഇലാസ്റ്റിക് കൊളിഷൻ്റെ കേസിൽ ഫോർമുല വരുന്നത് ഇ ഈക്വൽ ടു m1 m2 by 2 into m1 minus m2 into u1 minus u2 the whole square into 1 minus e square. ഇലാസ്റ്റിക് കൊളിഷൻ്റെ കേസിൽ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ വാല്യൂ ഉണ്ടായിരിക്കും. ബട്ട് ഇൻഎലാസ്റ്റിക് കൊളിഷൻ്റെ കേസിൽ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ വാല്യൂ 0 ആയിരിക്കും.